ഇത് അവിടെ അമ്പലത്തിന്റെ പരിസരത്ത് പോയി ചെയ്തിരുന്നതാണ് രാവിലെ. പക്ഷെ അങ്ങനെ 2019 നമുക്ക് അതുപോലെ ചെയ്യാൻ പറ്റി. പക്ഷേ 2020 ആയപ്പോഴേക്കും കോവിഡ് വന്ന് ഇതെല്ലാവരും വീട്ടിലിട്ടോളണം എന്ന് പറയുന്ന ഒരു ശീലം തുടങ്ങി വെച്ചു. പക്ഷെ രാധിക അതിനൊരു 3 വർഷം മുമ്പ് തന്നെ ആ ശീലം തുടങ്ങി. കാരണം ഇത് ഭയങ്കര ബുദ്ധിമുട്ടാവുന്നു, ഇത് കഴിഞ്ഞ് പോകുന്നതിനും വരുന്നതിനും. പിന്നെ അതുമല്ല, ഈ ദൂര സ്ഥലങ്ങളിൽ നിന്നൊക്കെ ആൾക്കാർ വന്ന് പിന്നെ ട്രെയിനിന് ഓടുന്നത് കാണുന്നു, ബസ്സിന് ഓടുന്നത് കാണുന്നു. അപ്പം നമ്മൾ അത്രയും തിരക്കൊന്ന് കുറച്ചു കൊടുക്കാം എന്ന് പറയുന്ന വികാരം പ്രകടിപ്പിച്ച ഒരുപാട് പേര്, ആയിരക്കണക്കിന് ആൾക്കാരെ കണ്ടിട്ടുണ്ട്. ഇനി നമ്മൾ ഇവിടെ ഉള്ളവർ നമ്മുടെ വീട്ടിൽ ഇരുന്നിടണം, ദൂരത്തുനിന്ന് വരുന്നവരവിടെ വന്ന് സൗകര്യപൂർവ്വം ഇട്ടോട്ടെ എന്ന് പറയുന്ന ഒരു, എനിക്ക് തോന്നുന്നു സത്യത്തിൽ അങ്ങനെയാണ് ഈ കൾച്ചർ തുടങ്ങി. പലരും ഇപ്പൊ ശാസ്ത്രമംഗലം ജംഗ്ഷനിലുണ്ട്, കേശവദാസപുരം, അതേതാണ്ട് മുട്ടട കഴിഞ്ഞു, നാലാഞ്ചിറ, മണ്ണന്തല വരെ എത്തിയിരിക്കുന്നു. അപ്പോ എല്ലാവരും ഒഴിഞ്ഞു കൊടുക്കുന്നതാണ്. ഈ പ്രദേശങ്ങളിലുള്ളവരങ്ങ് മാറുമ്പോൾ അവിടുത്തെ തിക്കും തിരക്കും എന്ന് പറയുന്നത് മറ്റുള്ള പ്രദേശങ്ങളിൽ നിന്ന്, മറ്റുള്ള സംസ്ഥാനങ്ങളായാലും ജില്ലകളായാലും വരുന്നവർക്ക് വലിയ സൗകര്യമാണ്. അതൊരു വലിയ മാനസികാവസ്ഥയല്ലേ, വിട്ടുകൊടുക്കുക എന്ന് പറയും. അപ്പൊ ആറ്റുകാൽ പൊങ്കാല എന്ന് പറയുന്നത് ഒരുപാട് ഹൃദയ ശുദ്ധീകരണത്തിനും ഒരുപാട് ഹൃദയപരമായ പുതിയ പെരുമാറ്റങ്ങൾക്കും സ്വഭാവ സവിശേഷതകൾ സ്വാംശീകരിക്കുന്നതിനുമുള്ള ഒരു സാംസ്കാരിക പ്രവർത്തനം കൂടിയാണ്. വിട്ടുകൊടുക്കുക ഇല്ല വരുന്നവർക്ക്. ഇനി വരുന്നവർക്ക് സ്വന്തം വീട്ടില് ശുചിത്വം എന്ന് പറയുന്നത്, നമുക്ക് ശുചിമുറിയാണ് പ്രധാനം അല്ലേ, അതെപ്പോഴും വൃത്തിയായിട്ടിരിക്കണം, എല്ലാവരും ഉപയോഗിക്കാൻ പാടില്ല. അങ്ങനെ ശുചിമുറികൾ പോലും വിട്ടുകൊടുക്കുന്നുണ്ട് ഈ റോഡിൽ വന്ന് പൊങ്കാലയിടുന്നവർക്ക്, വീടുകളിൽ. അപ്പൊ അത് വലിയ ഹൃദയമാണ്. അപ്പൊ അങ്ങനെ ഒരു തിരുവനന്തപുരം ഒരു രാജ്യമാണെങ്കിൽ ആ രാജ്യം മുഴുവൻ, അവിടുത്തെ പ്രജകളും മുഴുവൻ തയ്യാറെടുക്കുന്നു പൊങ്കാല അർപ്പിക്കാൻ വേണ്ടി വരുന്ന സ്ത്രീ ശക്തിക്ക് വേണ്ടി. അത് വലിയൊരു സന്ദേശമല്ല. അപ്പൊ ഞാനിത് സനാതന ധർമ്മത്തിനോടുള്ള ഉത്തരവാദിത്വം പേറി ചെയ്യുന്നതാണോ എന്നെനിക്ക് തീർത്ത് പറയാനൊക്കത്തില്ല. ആചാര പ്രമാണങ്ങളിൽ, വിശ്വാസ പ്രമാണങ്ങളിൽ ആധ്യാത്മികതയുടെ അളവ് കുറവുള്ള ഭക്തി നിർഭരമായ ചില നിർവഹണങ്ങളുണ്ട്. ആ നിർവഹണത്തിന്റെ ഭാഗമായിട്ട് ശബരിമലയായാലും, ഗുരുവായൂരപ്പനെ കാണാൻ പോകുന്നതും, പാറമേക്കാവിൽ പോകുന്നതും, പിന്നെ കാടാമ്പുഴ പോകുന്നതും, ചോറ്റാനിക്കര, ചക്കുളത്ത്, ചെട്ടിക്കുളങ്ങര, ഇങ്ങനെയുള്ള ആറ്റുകാൽ എല്ലായിടത്തും പോകുന്നത് എന്ന് പറയുന്നത് ഭക്തി നിർഭരമായിട്ടാണ് പോകുന്നത്. അതിൽ ആധ്യാത്മികത എത്രമാത്രമുണ്ടെന്ന് എനിക്കിപ്പോഴും നിശ്ചയമില്ല. അങ്ങനെ ഞാനൊരു ഭയങ്കര പ്യോർ സ്പിരിച്വൽ പേഴ്സണാണ്. ഭക്തിയാണ് കൂടുതൽ. എനിക്ക് വിഗ്രഹത്തോടുള്ള ഇഷ്ടം, വിഗ്രഹത്തെ വാരി പുണരാനുള്ള മോഹം, ഇതൊക്കെയാണ് എനിക്കുള്ളത്. എനിക്ക് ദൈവങ്ങളോടുള്ള സ്നേഹത്തിന്റെ അംശമാണ് കൂടുതൽ. അതുകൊണ്ട് കൃത്യമായിട്ട് പൊങ്കാല എന്ന് പറയുമ്പോൾ അതിന് തലേ ദിവസവും അതിന്റെ പിറ്റേ ദിവസം ഗുരുതി കഴിയുന്നത് വരെ, എൻ്റെ ഭാര്യ കണ്ണകിയുടെ ആരാധികയാണെങ്കിൽ ആ കണ്ണകിയുടെ ആരാധികയുടെ കോവലനായിട്ട് വീട്ടിലുണ്ടാവണമെന്ന് പറയുന്ന ചിട്ട ഞാൻ ആദ്യം മുതൽ പാലിച്ചു പോയി. വ്രതത്തിന്റെ ഭാഗമായിട്ട് ഭക്ഷണവും വെള്ളവും ഉപേക്ഷിച്ച് നിൽക്കുന്ന തീവ്രമായ ഭക്തിയുള്ള സ്ത്രീകളുണ്ട്. അത് തന്നെ വരും ലക്ഷക്കണക്കിന്. ഇതിനെല്ലാം മേലെ ഞാൻ ആരാധിക്കുന്നത്, അങ്ങനെ ഒരു സ്ത്രീ ശാക്തീകരണത്തിന്റെ വിളംബരം നടന്നുകൊണ്ടിരിക്കുമ്പം പുരുഷന്മാര് മുഴുവൻ യജ്ഞമാണ്. ഇവരിൽ ഒരാൾ പോലും തളർന്ന് വീഴരുതെന്ന് പറഞ്ഞ് എന്തൊക്കെ ജ്യൂസാണ് കൊണ്ട് കിടക്കുന്നത്. തണ്ണിമത്തൻ ലോറി കണക്കിനാണ് കൊത്തിയരിഞ്ഞ് ഓരോ കഷ്ണങ്ങൾ എടുത്ത് കൊടുക്കുന്നത്. അപ്പൊ പുരുഷന്റെ ഒരു പങ്കാളിത്തം എന്ന് പറയുന്നത്, അവന്റെ ഹൃദയവിശാലത എന്ന് പറയുന്നത്, പൊങ്കാല സ്ത്രീകളുടെ ഉത്സവം എന്ന് പറയുന്നതിനെ ചോദ്യം ചെയ്യുന്ന തരത്തിലാണ് അവന്റെ ഇന്ററാക്ഷൻ. അത് ഇമോഷണലാണ് അല്ലേ? ഒന്ന് ഭക്തിയാണെങ്കിൽ മറ്റൊന്ന് ഇമോഷണലാണ്. അവൻ ഇന്നുവരെ കണ്ടിട്ടില്ലാത്ത, അവന് പരിചയമില്ലാത്ത എത്രയോ സ്ത്രീജനങ്ങൾക്കാണ് അവൻ ആ തൊണ്ടയിലെ നനവ് പകർന്നു കൊടുക്കുന്നത്. ആൾക്കാർക്ക്, യഥാർത്ഥ ആൾക്കാർക്കുള്ള ശിക്ഷയും ഒട്ടിക്കോളും പുതിയ സർക്കാർ കൊണ്ട് കഴിയുന്നു. അതെന്തായാലും സംഭവിക്കും. പക്ഷെ അത് നിങ്ങളുടെ 5 വർഷത്തെ ജീവിതത്തെ നിയന്ത്രിക്കുന്ന ഒരു പ്രക്രിയയ്ക്കും നിങ്ങളുടെ തീരുമാനത്തിൽ ഒരു ചഞ്ചലത ഉണ്ടാക്കരുത്. നിങ്ങൾ വ്യക്തിയെ നോക്കണം, രാഷ്ട്രീയം നോക്കരുത്. നിങ്ങൾ വ്യക്തിയുടെ പ്രാപ്തി നോക്കണം. പ്രാപ്തിയില്ലായ്മ വ്യക്തമായിട്ടുണ്ടെങ്കിൽ അത് അളക്കണം.
രാജ്യത്തിന് വേണ്ടി നിങ്ങൾ വോട്ട് ചെയ്യണം. അത് ഏത് വീട്ടിൽ നിന്നായാലും രാജ്യത്തിന്റെ ഉന്നമനത്തിന്റെ ഏറ്റവും വലിയ സാധ്യത എന്താണ് എന്ന് പറയുന്ന ഇന്റലിജൻസ് വെച്ച് തന്നെ നിങ്ങൾ വോട്ട് ചെയ്യണം. ബാക്കി ജാതി രാഷ്ട്രീയം ഇതെല്ലാം മാറ്റി വയ്ക്കണം.